നമസ്കാരം. കരൾ പിളർക്കുന്ന ഉരുൾപൊട്ടലിന്റെ ഓർമ്മകൾ പേരുന്ന വിലങ്ങാടിന് ഇന്ന് അതിജീവനത്തിന്റെ പുത്തൻ പുലരി. 2024 ജൂലൈ 30 അർദ്ധരാത്രിയിലെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആയുസ്സിന്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട 70 കുടുംബങ്ങൾക്ക് ഇന്ന് തലചായ്ക്കാൻ സുരക്ഷിതമായ ഭവനങ്ങൾ ലഭിക്കും. കേരള കത്തോലിക്ക മെത്രാൻ സമിതി അഥവാ KCBC ഒപ്പം ദീപികയും കൈകോർക്കുന്ന കാരുണ്യസ്പർശം പദ്ധതിയിലൂടെയാണ് അതിമനോഹരമായ 70 വീടുകൾ പൂർത്തിയായത്. സഭ കാരുണ്യത്തിന്റെ തണലൊരുക്കുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ വിലങ്ങാടിനെ പാടെ വിസ്മരിച്ചിരിക്കുകയാണ്. ഉരുൾപൊട്ടലിന്റെ 2ാം വാർഷികത്തിലും പ്രദേശത്തെ പൊതുസൗകര്യങ്ങൾ അനാഥമാണ്. അതുകൊണ്ട് ദുരിതബാധിതർക്ക് ഇത് വലിയ ആശ്വാസമാണ്. ഉരുൾപൊട്ടൽ കഴിഞ്ഞ് 2 വർഷം തികയും മുൻപേ വെറും 21 മാസം കൊണ്ട് ഇത്രയേറെ വീടുകൾ പൂർത്തിയാക്കി നൽകിയ സഭയുടെ നടപടി നവോത്ഥാന കേരളത്തിന്റെ ചരിത്രത്തിലെ വേറിട്ട അധ്യായമായി മാറും. ഒരു സർക്കാരിന് പോലും ഇത്ര വേഗത്തിൽ ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് KCBCയുടെ ഈ നേട്ടം. വയനാട്ടിലും വിലങ്ങാടുമായി ആകെ 138 വീടുകളാണ് സഭ പ്രഖ്യാപിച്ചത്. ഇതിൽ വിലങ്ങാട്ടെ 70 വീടുകളാണ് ഇപ്പോൾ കൈമാറുന്നത്. വയനാട്ടിലെ ഭവനങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 2024 ഓഗസ്റ്റ് 5 KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബെസേലിയസ് ക്ലീമീസ് കാത്തോലിക്ക ബാവയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. തുടർന്ന് ഡിസംബർ 20 വിലങ്ങാട് തറക്കല്ലിട്ടു. താമരശ്ശേരി രൂപതയുടെ DODയാണ് വിലങ്ങാട്ടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. JPD കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജേക്കബ് മാവുങ്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ടെത്തിയാണ് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയത്. വിലങ്ങാട് ഫെറോന വികാരി ഫാദർ വിൽസൺ മുട്ടത്തുകുന്നേൽ ഉൾപ്പെടെയുള്ള വൈദികരുടെ നിത്യേനയുള്ള മേൽനോട്ടം പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി. പേരിന് മാത്രമായി വീട് നൽകുന്ന പതിവ് രീതിക്ക് വിപരീതമായി ഏറ്റവും കുറഞ്ഞത് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മികച്ച വീടുകളാണ് നിർമ്മിച്ചത്. ഓരോ വീടിനും 10 ലക്ഷം രൂപയാണ് KCBC നൽകിയത്. ഇനി ഉരുൾപൊട്ടൽ ഭീഷണിയില്ലാത്ത സുരക്ഷിത മേഖലകളിലാണ് സ്ഥലം കണ്ടെത്തിയത്. വീടുകൾക്കൊപ്പം അത്യാവശ്യം ഫർണിച്ചറുകളും ഉപകരണങ്ങളും സഭ ലഭ്യമാക്കി. സ്ഥലം വാങ്ങാൻ ശേഷിയില്ലാത്തവർക്ക് സ്ഥലവും KCBC തന്നെയാണ് നൽകിയത്. കണ്ണൂർ ജില്ലയിലേക്ക് മാറിപ്പോയ 7 കുടുംബങ്ങൾക്കും അവിടെ വീട് നിർമ്മിച്ചു നൽകി. KCBC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രൂപതകളും സോഷ്യൽ സർവീസ് ഫോറങ്ങളും കാരിത്താസ് ഇന്ത്യ, COD, വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി, ശ്രേയസ് ജീവന ഒത്തൊരുമിച്ചാണ് ഇത്തരം ദൗത്യം പൂർത്തിയാക്കിയത്. ജാതി മതഭേദമന്യേ ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച ഈ പ്രവർത്തനം വികസനത്തിന്റെ പുതിയൊരു കേരള മോഡലാണ്. ഉരുട്ടി, വിലങ്ങാട് ടൗൺ, മഞ്ഞച്ചീളി, വായാട്, മുച്ചങ്കയം തുടങ്ങി പ്രധാനപ്പെട്ട 7 പാലങ്ങളും കലുങ്കുകളും തകർന്നിട്ട് 2 വർഷം ആകാറായിട്ടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിലാണ് KCBCയുടെ ഇടപെടൽ. എന്നാലും പലയിടത്തും താൽക്കാലികമായി നിർമ്മിച്ച പാലങ്ങളിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. പെട്രോൾ പമ്പിന് മുന്നിൽ റോഡിന്റെ പാർശ്വഭിത്തി നിർമ്മാണം പണം ലഭിക്കാത്തതിനെ തുടർന്ന് കരാറുകാരൻ നിർത്തിവച്ചിരിക്കുകയാണ്. പാർശ്വഭിത്തിക്കായി എടുത്ത മണ്ണ് പുഴയിലേക്ക് തള്ളിയത് മഴ പെയ്താൽ പുഴയുടെ ഗതി തിരിച്ചുവിട്ട് വീടുകളെ പ്രളയത്തിലാക്കുമെന്ന ഭീതിയിലാണ് നിരവധി കുടുംബങ്ങളും ഉള്ളത്. മഴക്കാലം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. റോഡുകളും കലുങ്കുകളും ഒന്നും ഇതുവരെ നന്നാക്കിയിട്ടില്ല. മാത്രമല്ല, മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. പുഴയിലെ കല്ലുകൾ നീക്കം ചെയ്തത് ഒഴിച്ചാൽ പറയത്തക്ക പ്രവൃത്തികളൊന്നും സർക്കാർ 2 വർഷത്തിനിടയിൽ പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് യഥാർത്ഥ കാര്യം.